തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രതിസന്ധിയിൽ വാട്ടർ അതോറിറ്റി എംഡിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി ബിജെപി. ഓഫീസ് മുറിയിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിക്കുകയാണ്. സനിറ്റ വിവരങ്ങളുമായി ചേരുന്നു. സനിറ്റ, സനിറ്റ, ഈ കുടിവെള്ള പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തിരിച്ചിപ്പോൾ ബിജെപി വാട്ടർ അതോറിറ്റി എംഡിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. എന്താണ് പ്രവർത്തകരുടെ ആവശ്യം? പ്രതിഷേധം എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? സാഹചര്യത്തിൽ അതിനുശേഷമാണ് ഇന്ന് ആദ്യമായി തിരുവനന്തപുരം കൗൺസിൽ യോഗം ചേരുന്നത്. ഈ കൗൺസിലിൽ തുടർച്ചയായി ഇത്തരത്തിൽ ഈ ബിജെപി കൗൺസിലർമാർ അല്ലെങ്കിൽ ഈ യോഗത്തിൽ യാതൊരു തരത്തിലും ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയിരുന്നില്ല. അത്തരത്തിൽ ഈ വനിതാ ബില്ലിനെ, ഈ പാർലമെന്റിൽ തള്ളിയ വനിതാ ബില്ലിന്റെ പ്രമേയമായി അവതരിപ്പിക്കുകയായിരുന്നു ഡെപ്യൂട്ടി മേയർ ആശാന്ത്. തുടർന്ന് ഈ പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാം ത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു പ്രതിഷേധവുമായി. അതായത് ഈ ഭരണ അല്ലെങ്കിൽ ഈ ബിജെപി കൗൺസിലർമാർ ഇത്തരത്തിൽ ഈ കുടിവെള്ള ക്ഷാമത്തെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ വാട്ടർ അതോറിറ്റിയുടെ നേരേക്ക് ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ LDF കൗൺസിലർമാർ ഇത്തരത്തിൽ കോർപ്പറേഷന് മുന്നിൽ ഇപ്പോഴും ഒരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ അവിടെ ആരും മാധ്യമങ്ങളില്ല എന്നുള്ള കാര്യം നാം നോക്കിക്കാണേണ്ടതുണ്ട്. എല്ലാ തരത്തിലും ഈ കുടിവെള്ള ക്ഷാമം അല്ലെങ്കിൽ ഈ കുടിവെള്ള പ്രശ്നം വാട്ടർ അതോറിറ്റിയുടെ നേരിലേക്ക് ഉയർത്തിപ്പിടിക്കാനാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ നോക്കിക്കാണുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ഈ BJP പ്രവർത്തകർ അല്ലെങ്കിൽ ഈ കൗൺസിലർമാർ അതിക്രമിച്ച് കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇവിടെ ഈ സീനിയർ സൂപ്രണ്ട് ഓഫീസിലേക്ക് കയറി ഇപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ജോയിന്റ് മാനേജർ ഡയറക്ടർ മിനു ഫ്രാൻസിസ് IAS ഓഫീസിലേക്കാണ് ഇവർ ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇവിടെ സനിറ്റ, തിരുവനന്തപുരത്താണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. കുടിവെള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പ്രതിഷേധം.